കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെ മുതൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം. കഴിഞ്ഞ കുറെ കാലമായി ഇത് ചോദിക്കുകയാണ്. നടൻ ജയറാമൻ അറസ്റ്റ് ചെയ്യുമെന്ന് ആദ്യമായി നമ്മളാണ് പറഞ്ഞത്. പക്ഷെ അത് അവസാനം അതിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. പിന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമെന്ന് നമ്മളാണ് ആദ്യം സുഭാഷിതൻ ചാനലാണ് പുറത്തുവിട്ടത്. അതും അതുപോലെ നീങ്ങി. വാസുവിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യവും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. ഇന്ന് എല്ലാ ചാനലുകളും ഇരുന്നത് 4 ആഴ്ച കൂടി, അതായത് 1 മാസത്തേക്ക് കൂടി SITക്ക് സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. കാരണം SIT കൊടുത്തിരുന്ന റിപ്പോർട്ടിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള വാസവൻ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ പ്രശാന്ത് ഉൾപ്പെടെയുള്ള കേരള സംസ്ഥാനത്തുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് 4 സ്റ്റേറ്റുകളിലുള്ളവരുടെ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കേണ്ടി വരും. സിനിമാ നടന്മാരുടെ സ്റ്റേറ്റുകൾ എടുക്കേണ്ടി വരും. നടിമാരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അതിനെ തുടർന്ന് അന്താരാഷ്ട്ര യാത്രകൾ നടത്തിയിട്ടുള്ളത് പ്രശാന്ത് നടത്തിയുള്ള യാത്രകൾ പരിശോധിക്കേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രകൾ പരിശോധിക്കേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രന്റെ വിദേശയാത്രകൾ, പത്മകുമാറിന്റെ വിദേശയാത്രകൾ, പത്മകുമാറിന്റെ വീട്ടിലുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സന്ദർശനം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലെ സന്ദർശനം, ഇതെല്ലാം അന്വേഷിക്കണമെങ്കിൽ സമയം വേണം. അങ്ങനെ 4 ആഴ്ചത്തെ സമയം കൂടി കൊടുത്തിട്ടുണ്ട്. 1 മാസത്തെ സമയം കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന സ്രോതസ്സുകൾ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 4 ആഴ്ച സമയം കൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യും. പക്ഷെ അറസ്റ്റിന്റെ തീയതി 15-ാം തീയതിയോ 16-ാം തീയതിയോ ആയിരിക്കും. കാരണം 14-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരും. പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ 15-ാം തീയതിയോ 16-ാം തീയതിയോ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് കൊടുക്കും. 15-ാം തീയതി ചിലപ്പോൾ 15-ാം തീയതി ആയിരിക്കും നോട്ടീസ് കൊടുക്കുക. നോട്ടീസ് കൊടുത്താൽ 1-2 ദിവസത്തിനകത്ത് അദ്ദേഹം പോയി പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. പറയുകയാണെങ്കിൽ പറഞ്ഞാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ EDയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം, ED കത്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് FIR-ൽ EDയുടെ ഒരു നിയമം അനുസരിച്ച് ക്രൈംബ്രാഞ്ചോ വിജിലൻസോ ഒക്കെ ഒരു കേസ് ആരുടെയും രജിസ്റ്റർ ചെയ്താൽ അതിൽ മണി ലോണ്ടറിങ്ങോ അഴിമതിയോ അല്ലെങ്കിൽ പണത്തിന്റെ കൈമാറ്റമോ ബ്ലാക്ക് മണിയോ അങ്ങനെ ക്രിപ്റ്റി കറൻസി എന്നൊക്കെ പറയുന്ന കറൻസിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കറക്റ്റ് ആയിട്ട് അല്ലാത്ത ഒരു അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള അൺആതറൈസ്ഡ് ആയിട്ടുള്ള മണി പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അന്വേഷിക്കാം. അവർക്ക് ധനകാര്യവുമായി ബന്ധപ്പെടുത്തുന്ന എൻഫോഴ്സ്മെന്റ് പേഴ്സണ് കൂടുതൽ അന്വേഷിക്കാൻ പറ്റുന്നത്. ED അങ്ങനെയാണ്. അതാണ് ഈ മസാല ബോണ്ടിലൊക്കെ ED വന്നത്. അപ്പൊ ആ ED അന്വേഷിക്കുന്നതിൽ ED ഒരു കത്ത് കൊടുത്തു, ഒരു അപേക്ഷ കൊടുത്തു ഹൈക്കോടതിയിൽ. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ട് അപേക്ഷ കൊടുത്തോളൂ, അവിടെ വിവരം തരികയാണെങ്കിൽ, തന്നില്ലെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിൽ വരാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടി ഹൈക്കോടതി പറഞ്ഞു, ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചാണ് ഇതൊക്കെ പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു, സർക്കാരിന്റെ വാദം കൂടി കേട്ടിട്ടേ കൊടുക്കാവൂ. സർക്കാരിന്റെ വാദം കൂടി കേട്ടുകൊണ്ട് കൊടുക്കാവോ കൊടുക്കൂടെ എന്നുള്ള സർക്കാരിന്റെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിക്ക് ഒരു തീരുമാനമെടുക്കാം. മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജി തീരുമാനമെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇനി വന്നോളൂ, അല്ലെങ്കിൽ അത് തീരുമാനം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ വന്നോളൂ, കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കൊടുത്തോളൂ, ഇവിടെ ശല്യം ചെയ്യേണ്ട എല്ലാം കൂടി എന്ന് ഹൈക്കോടതി പറഞ്ഞു. കാരണം സുപ്രീം കോടതിയിൽ വിധി കിടപ്പുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിനുവേണ്ടി ഓടി ഹൈക്കോടതി പോവുകയും ഉടനെ തന്നെ അങ്ങ് സുപ്രീം കോടതിയെ പോവുകയും ചെയ്താൽ പിന്നെ കീഴ്ക്കോടതികൾ എന്തിനാ വെച്ചിരിക്കുന്നത്? അത് നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിലോ സെഷൻസ് കോടതിയിലോ പോകും ആദ്യത്തെ കാര്യങ്ങൾക്കല്ല. അതാണ് ജാമ്യമൊക്കെ ഇപ്പൊ സെഷൻസ് കോടതിയിലേ എടുക്കാറുള്ളൂ. ആദ്യം മുൻകൂർ ജാമ്യമൊക്കെ, അത് കഴിഞ്ഞിട്ടാണ് മജിസ്ട്രേറ്റ് കോടതി എടുത്ത്, പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ മജിസ്ട്രേറ്റ് കോടതി പോയി, പിന്നെ അത് ഹൈക്കോടതി പോയി, ഇങ്ങനെ പോണത്. ആ കോടതികളുടെ ഒരു ഹൈറാർക്കിയൊക്കെ വെച്ചിരിക്കുന്നതിനാണ്. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് പൈസ ഉണ്ടെന്ന് പറഞ്ഞ് നേരിട്ട് ഹൈക്കോടതിയിൽ വരരുത്, അല്ലെങ്കിൽ ED ഒന്നും വരേണ്ട കാര്യമില്ല. വന്നാൽ ഞങ്ങൾ തരത്തില്ല, നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകണം പറഞ്ഞു. അപ്പൊ അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ശബരിമലയുടെ ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവപരമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കള്ളന്മാർ കടക്ക് പുറത്തെന്നുള്ള ഒരു ഹാഷ്ടാഗാണ് ഇപ്പോൾ KPCCയുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുടെയും വാട്സപ്പിലുള്ള, അതുപോലെ ഫേസ്ബുക്കിന്റെയും അവരുടെ ഫോട്ടോ എന്ന് പറയുന്നത്, പിന്നെ ഫോട്ടോ ID എന്ന് പറയുന്നത്, DP എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കാർ കടക്ക് പുറത്ത് എന്നുള്ള ഒരു ടാഗാണ്. അത് അവരുടെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ഒക്കെ തയ്യാറായി കൊടുത്തതാണ്. എല്ലാവരും ഇപ്പൊ KPCC പ്രസിഡന്റ്, പിന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല, അങ്ങനെ എല്ലാ നേതാക്കളുടെയും വാട്സപ്പിലും ഇതാണ് ഐക്കണായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ DP ആയിട്ട് വന്നിരിക്കുന്നത്. ഫേസ്ബുക്കിൽ അവരുടെ ഫേസ്ബുക്ക് IDയിലും സ്വർണ്ണക്കള്ളക്കാർ കടക്ക് പുറത്ത് എന്നുള്ള ഒരു ഹാഷ്ടാഗാണ് ഇപ്പൊ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെയും അതുപോലെ രാഹുൽ ഈശ്വറിന്റെയും അതുപോലെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ പരാതികളെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ സപ്രസ് ചെയ്യിച്ചിട്ട് സ്വർണത്തെ വീണ്ടും മുകളിലോട്ട് കയറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ട് തന്നെ വരുന്ന ഒരു വാർത്ത, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ CPM-ൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, ഡിസ്മിസ് ചെയ്തിട്ടില്ല.
MLA-യുമാണ്, പുറത്താക്കും. അപ്പോൾ അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനായ MLA ആയി മാറാനുള്ള സാധ്യതയുണ്ട്. പുറത്താക്കണമെന്ന് ശക്തമായ സമ്മർദ്ദമാണ് അകത്തുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ നിരവധി സ്ഥലത്തിരുന്നുകൊണ്ട് ബഹളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബിന്ദു കൃഷ്ണ പറഞ്ഞു, കെ മുരളീധരൻ പറഞ്ഞു, ഷാഫി പറമ്പിൽ വരെ തള്ളി പറഞ്ഞിട്ടുണ്ട് KPCC തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ടെലിഫോണിക് കോൺവെർസേഷനിലൂടെയോ വീഡിയോ കാളിലൂടെയോ വീഡിയോ കോൺഫറൻസിലൂടെയോ കോൺഫറൻസ് കാളിലൂടെയോ അല്ലെങ്കിൽ പരസ്പരം ഫോൺ ചെയ്തിട്ടോ KPCC ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. AICCക്ക് വലിയ പരാതി കിട്ടിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് ഇന്നലെ കിട്ടിയ പരാതി AICCക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ട്. ദീപാ മുൻഷിയെയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ, ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുന്നു. അങ്ങനെ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ നോക്കുമ്പോൾ കോൺഗ്രസിലെയും BJP-യിലെയും CPM-ലെയുമുള്ള ഏതൊക്കെ നേതാക്കൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് സ്വർണത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്, ശബരിമല സ്വർണത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത് ആരൊക്കെ എന്നുള്ളത് അറിയാൻ നമുക്ക് വലിയ കൗതുകമുണ്ട്. സോണിയാഗാന്ധിക്ക് വരെ നോട്ടീസ് കൊടുത്ത് അവരെ കൂടെ വിളിച്ച്, ചിലപ്പോൾ അവരെ നേരിട്ട് പോയോ അവരെ വിളിച്ചോ അവരുടെ മൊഴി കൂടി എടുത്താലും നമുക്ക് അധികമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായിട്ട് ബന്ധമുള്ളതായിട്ടും സോണിയാഗാന്ധിയുടെ വിവരങ്ങളെ സംബന്ധിച്ചും ഫോട്ടോയൊക്കെ സംബന്ധിച്ച് അവർ ഒന്നിച്ചു നിൽക്കുന്നതും പിന്നെ കയ്യിൽ രാഗി വെച്ച് ചരടോ എന്തോ ശബരിമലയിൽ ജപിച്ച നൂലായിരിക്കും, അതെന്തോ കെട്ടുന്ന ഫോട്ടോ ഒക്കെ വളരെ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വലിയ തോതിലായിരിക്കും ഇനിയിപ്പോ അന്വേഷണം പോകുന്നത്. 4 ആഴ്ച കൂടി അന്വേഷണം കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ കണക്കൂട്ടലനുസരിച്ച് ഈ 4 ആഴ്ച കൊണ്ട് നിൽക്കില്ല. ഇടക്കാല റിപ്പോർട്ട് സീൽ ചെയ്ത കവറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് പറയില്ല. ഓപ്പൺ കോർട്ടിലാണ് സാധാരണ ഇതൊക്കെ പറയുന്നതെങ്കിലും എല്ലാവരെയും പുറത്താക്കി, വക്കീലന്മാരെയും മീഡിയക്കാരെയും എല്ലാം പുറത്താക്കി. ഈ 2 പിന്നെ നമ്മുടെ SIT-യുടെ ഓഫീസർമാരും SIT-യുടെ വക്കീലും ഓപ്പോസിറ്റ് വക്കീലും മാത്രം നിന്നുകൊണ്ടാണ് സീൽ വെച്ച കവറിലാണ് ഹൈക്കോടതിക്ക് ദേവസ്വം മുന്നിൽ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ ബോംബാണ്. അതിനകത്ത് ആരൊക്കെ ഉണ്ട്? ചിലപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഈ സമൂഹത്തിലെ വലിയ വമ്പന്മാരായിട്ടുള്ളവർ, ചിലപ്പോൾ NSS-ന്റെ നേതാക്കൾ, SNDP-യുടെ നേതാക്കൾ തുടങ്ങിയ വമ്പന്മാരായിട്ടുള്ള മുതലാളിമാർ ഒക്കെ ചിലപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ ദേവന്റെ സ്വർണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചവർ പെടാം. തന്ത്രി കുടുംബം പെടാം. പിന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്നിട്ടാണ് ഓപ്പൺ കോർട്ടിൽ അത് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഓപ്പൺ കോർട്ടിൽ വിധി പറഞ്ഞത്. എല്ലാവർക്കും കയറാവുന്ന ഓപ്പൺ കോർട്ടിൽ വിധി പറഞ്ഞത് ഇങ്ങനെ 4 ആഴ്ച കൂടി നീട്ടി വെച്ചിരിക്കുന്നു, 1 മാസം കൂടി സമയം അനുവദിച്ചിരിക്കുന്നു SIT-ക്ക്. അപ്പൊ SIT-ക്ക് കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പോഴും നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഡിസംബർ മാസം 15-ാം തീയതി രാവിലെ മിക്കവാറും കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് കൊടുക്കും. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാനായിട്ട് SIT-യിൽ വരണം എന്നതാണ്. അങ്ങനെ വന്നാലും വന്നില്ലെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ വാർത്ത.